നമസ്കാരം. പ്രധാന വാർത്തകൾ. ലഹരി വിമുക്ത കേരളം ലോഗോ പ്രകാശനം ചെയ്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്തെ 50-ൽ കൂടുതൽ സംഘടനകൾ സംയുക്തമായി നടത്തുന്ന ലഹരി വിമുക്ത കേരളം പദ്ധതിയുടെ ഔദ്യോഗിക ലോഗോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി ജൂലൈ 9-ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഓഫീസിൽ വെച്ച് 50-ൽ കൂടുതൽ സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളുടെയും സംയുക്ത യോഗം ചേരും. വ്യാപാര സ്ഥാപനങ്ങളെ പൂർണ്ണമായും ലഹരി വിമുക്തമാക്കുക, വ്യാപാര സ്ഥാപനങ്ങളിലെ ജോലിക്കാരിൽ നിന്നും സത്യവാങ്മൂലം വാങ്ങിക്കുക തുടങ്ങി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് ആന്റി ഡ്രഗ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിന്റെയും മറ്റ് നിരവധി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെയും ഭാഗമായാണ് ജൂലൈ 9-ന് സംഘടനകൾ സംയുക്ത യോഗം വിളിച്ചിരിക്കുന്നത്. കണ്ണൂർ ഏച്ചൂരിൽ 2 കുട്ടികൾ മുങ്ങിമരിച്ചു. ഏച്ചൂരിൽ 2 കുട്ടികൾ മുങ്ങിമരിച്ചു. മാച്ചേരിയിലാണ് അപകടം. മുഹമ്മദ് മിസ്ബിൽ അമീൻ, ആദിൽ ബിൻ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം. കുട്ടികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം നടന്നത്. കുളത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴേക്കും ഒരു കുട്ടി മരിച്ചിരുന്നു. രണ്ടാമത്തെയാൾ ആശുപത്രിയിൽ എത്തിച്ച ശേഷവും മരിച്ചു. ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും മറ്റൊരു കുട്ടിയുടെ മൃതദേഹം കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലുമാണ്. യൂട്യൂബർമാരായ ഈ ബുൾജെറ്റ് സഹോദരന്മാരുടെ കാർ അപകടത്തിൽപ്പെട്ടു. പ്രശസ്ത യൂട്യൂബ് വ്ളോഗേഴ്സ് ഈ ബുൾജെറ്റ് സഹോദരന്മാരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. ചെർപ്പുളശ്ശേരി പെരിന്തൽമണ്ണ റൂട്ടിൽ ആലിക്കുളത്തിൽ വെച്ചാണ് അപകടം. ഈ ബുൾജെറ്റ് സഹോദരങ്ങളായ എബിന്റെയും ലിബിന്റെയും കാർ എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വ്ളോഗർമാർ ഉൾപ്പെടെ 3 പുരുഷന്മാരും 2 സ്ത്രീകളും ഒരു കുട്ടിയുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 3 പേർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 10:30 മണിയോടെയാണ് സംഭവം. ശക്തമായ മഴയിൽ തെന്നിയാവാം അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ രാമപുരത്ത് ടാങ്കറിൽ നിന്ന് വാതക ചോർച്ച. സമീപത്തെ നഴ്സിംഗ് കോളേജിലെ 10 പേർക്ക് ദേഹാസ്വാസ്ഥ്യം. രാമപുരത്ത് ടാങ്കറിൽ നിന്ന് വാതക ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് സമീപത്തെ നഴ്സിംഗ് കോളേജിലെ 10 പേർക്ക് ദേഹാസ്വാസ്ഥ്യം. ടാങ്കറിൽ ഉണ്ടായിരുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിനിടെയാണ് ചോർച്ചയുണ്ടായത്. ദേഹാസ്വാസ്ഥ്യമുണ്ടായവരിൽ 8 പേരെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 2 പേരെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയിൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചോർച്ചയുണ്ടായത്. തുടർന്നാണ് വാതകം ടാങ്കറിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചത്. സമീപത്ത് താമസിക്കുന്നവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതോടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് മാറ്റുന്നത് നിർത്തിവെച്ചു. പഴയ ടാങ്കറിൽ തന്നെ നിലനിർത്തി ചോർച്ച അടച്ച് യാത്ര തുടരാനാണ് തീരുമാനം. അയോധ്യ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ച. 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. അയോധ്യയിൽ പുതിയതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ച ഉണ്ടാവുകയും ക്ഷേത്രവഴിയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്ത സംഭവത്തിൽ 6 ഉദ്യോഗസ്ഥരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. പൊതുമരാമത്ത് വകുപ്പിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധ്രുവ് അഗർവാൾ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അനൂജ് ദേശ്വാൾ, ജൂനിയർ എഞ്ചിനീയർ പ്രഭാത് പാണ്ഡെ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആനന്ദ് കുമാർ ദുബെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേന്ദ്രകുമാർ യാദവ്, ജൂനിയർ എഞ്ചിനീയർ മുഹമ്മദ് ഷാഹിദ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്.